ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فمن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هدى സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, ഹിജ്റ 1436 വർഷത്തിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. ഹിജ്റ വർഷത്തിലെ ആദ്യത്തെ മാസം മുഹറം മാസമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. മുഹറം മാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ഓർക്കപ്പെടാവുന്ന ഒരു മാസം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് ഷഹ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസം എന്നാണ് പേര് വച്ചിട്ടുള്ളത്. ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം എന്ന് പേര് വച്ചിട്ടുണ്ട്. ഓരോ മാസത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുള്ളതായി നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായതുകൊണ്ട് റമദാനിനും, ഹജ്ജിൻ്റെ മാസമായതുകൊണ്ട് ദുൽഹജ്ജക്കും, അതേപോലെ തന്നെ മൂസ അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മാസമായതുകൊണ്ട് മുഹറത്തിനും പ്രത്യേകമായ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രവാചക പരമ്പരയിലെ വളരെ ശ്രേഷ്ഠനായ പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം. അദ്ദേഹം ഈജിപ്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. ഈജിപ്തിലെ നൈൽ നദിയും ചെങ്കടലുമൊക്കെ തന്നെ മൂസ അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജലാശയങ്ങൾ തന്നെയാണ്. സീനാ പർവ്വതവും അതേപോലെ തന്നെ മദിയനും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമൊക്കെ തന്നെ മൂസ അലൈഹിസ്സലാമിൻ്റെ ബനൂ ഇസ്രായേലുകളിൽ നിയുക്തനായ മൂസ അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ 25-ലധികം അധ്യായങ്ങളിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പരാമർശിച്ചിട്ടുണ്ട്. ഖുർആനിലെ 350 ആയത്തുകളിൽ മൂസ അലൈഹിസ്സലാമിൻ്റെയും ബനൂ ഇസ്രായേലിൻ്റെയും ജീവിത കഥ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു ഓർമ്മയും അന്വേഷണവും ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഖുർആൻ സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. അക്കാലത്ത് അദ്ദേഹത്തിന് നേരിടാനുണ്ടായിരുന്ന വളരെ കിരാതന്മാരായ ചില ആളുകളുടെ പേരും ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. ഹാമാനും ഫറോവയും കാറൂനുമൊക്കെ തന്നെ ത്രിമൂർത്തികൾ എന്നുള്ള നിലക്ക് ധിക്കാരത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പര്യായങ്ങളായി ഖുർആൻ എടുത്തു പറഞ്ഞ പേരുകളാണ്. ഫറോവ അധികാരത്തിൻ്റെ ദുഷിച്ച മാതൃകയായിരുന്നുവെങ്കിൽ കാറൂൻ അക്കാലത്തെ കൊള്ളരുതാത്ത ഒരു ധനാഢ്യനും എല്ലാ സുഗാഡംബരങ്ങളും ശീലിച്ച വളരെ മോശപ്പെട്ട വ്യക്തിയായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇവർക്കിടയിൽ
എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഹാമാനെ സംബന്ധിച്ചും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും. ബനൂ ഇസ്രായേലുകളിൽ പെട്ടിരുന്ന ആൺകുട്ടികളെ അറുത്തുകളയാനും അവിടെ ജനിച്ചു വീഴുന്ന പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈജിപ്തിൽ നിലവിൽ വന്നത് എന്ന് ഖുർആൻ വ്യക്തമാക്കുകയാണ്. സഹോദരങ്ങളെ, മൂസ അലൈഹിസ്സലാം ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ബനൂ ഇസ്രായേലിലെ പ്രവാചകനായി വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലുകളെ സംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഇസ്രായേൽ മക്കളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. യാ ബനി ഇസ്രായേൽ, ഇസ്രായേലുകളെ എന്ന് വിളിച്ചുകൊണ്ടാണ്, ഇസ്രായേൽ സന്തതികളെ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ്. യാ ബനി ഇസ്രായേൽ ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നാം നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. വ അന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ, ലോകർക്ക് ഏറ്റവും വലിയ ഒരു മാതൃകയായി ഏറ്റവും നല്ല സൗകര്യങ്ങൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സമൂഹത്തെ ഒന്നായി അല്ലാഹു തആല അവരെ പരിശുദ്ധരാക്കുകയും ചെയ്തു, ഉത്കൃഷ്ടരാക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ്. ഫറോവയോട് അദ്ദേഹം വളരെ ദീർഘമായി അള്ളാഹുവിനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും അദ്ദേഹം പ്രബോധനം നടത്തുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സഹായിയായി അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറൂനെയും ആ സമയത്ത് തന്നെ അല്ലാഹു തആല പ്രവാചകനായി നിശ്ചയിച്ചു. അതുകൊണ്ടാണ് വളരെ വിശദമായ ഒരു സംസാരത്തിൽ ഫറോവ ചോദിച്ചിട്ടുള്ളത്, ഫമർ റബ്ബുക്കുമായ മൂസ, നിങ്ങൾ പരിചയപ്പെടുത്തുന്ന റബ്ബ് ആരാണ് എന്ന് ഇരുവരോടും ഫറോവ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഖുർആൻ ഉന്നയിക്കുന്നുണ്ട്. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം മറുപടി പറയുന്നുണ്ട്, കാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന റബ്ബ് എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ സൃഷ്ടിപ്പ് നൽകുകയും അതിനുശേഷം അതിൻ്റെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തവനാണ് പടച്ച തമ്പുരാൻ എന്ന് മൂസ അലൈഹിസ്സലാം വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു തആല ഒരു വസ്തുവിനെ സൃഷ്ടിച്ചു വിടുക മാത്രമല്ല, ആ വസ്തുവിന് ജീവിക്കാനുതകുന്ന, അതിനെ സഞ്ചരിക്കാനുതകുന്ന എല്ലാ പദങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ തീരുമാനമാകുന്നു എന്ന് മൂസ അലൈഹിസ്സലാം വ്യക്തമാക്കുകയാണ്. പക്ഷേ ഫറോവ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അന റബ്ബുക്കുമുൽ അല, എല്ലാവരെയും മികച്ചു നിൽക്കുന്ന റബ്ബ്, രക്ഷിതാവ് അള്ളാഹു ഞാൻ തന്നെയാണ് എന്നാണ് അധികാരത്തിൻ്റെ സുഖലോലുപതയിൽ അദ്ദേഹം ആ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെയാണ് മൂസ അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂസ അലൈഹിസ്സലാമിന് എതിരിടാനുണ്ടായിരുന്ന ഈ 3 ശക്തികളെയും അവഗണിച്ചുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം വളരെയധികം ത്യാഗം ചെയ്യുകയുണ്ടായി. മറ്റു പ്രവാചകന്മാരെ പോലെ തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് വേണ്ടി എല്ലാ എതിർപ്പുകളെയും അദ്ദേഹം അവഗണിച്ചുകൊണ്ട് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരാടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും മൂസ അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിൽ അദ്ദേഹത്തിന് നേരിടാനുണ്ടായിരുന്ന ഖാറൂൻ പറഞ്ഞിരുന്നത്, എനിക്ക് കിട്ടിയ സമ്പത്തും എനിക്ക് കിട്ടിയ എല്ലാ സൗകര്യങ്ങളും അത് അള്ളാഹുവിൻ്റേതല്ല, അള്ളാഹു സമ്മാനമായി നൽകിയതല്ല, എൻ്റെ സ്വയം ശ്രമത്താൽ, എൻ്റെ കഠിനമായ ശ്രമത്താൽ ഞാനുണ്ടാക്കിയതാണ് എന്നുള്ള ധിക്കാരത്തിൻ്റെ അഹന്തയുടെ ശബ്ദം അദ്ദേഹം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതെല്ലാം എനിക്ക് നൽകിയിട്ടുള്ളത് എൻ്റെ സ്വന്തം പരിശ്രമത്താൽ മാത്രമാണ്, എൻ്റെ വിജ്ഞാനത്തിൻ്റെയും എൻ്റെ ലോകപരിചയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാനെല്ലാം സമ്പാദിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ധിക്കാരത്തോടുകൂടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഖസഫ്ന ബിഹി വബിദാരിഹി അല്ലർല, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെയും അദ്ദേഹത്തെയും ഒക്കെ തന്നെ നിലംപരിശാക്കുന്ന ശക്തമായ ഒരു ഭൂമി കുലുക്കത്തിലൂടെ
ഖാറൂനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അള്ളാഹു നശിപ്പിച്ച കഥയും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അന്ത്യം തന്നെയായിരുന്നു ഫറോവക്കും നേരിടാനുണ്ടായിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, വൈദ് ഫറഖ്ന ബികുമുൽ ബഹ്റ വ അൻജൈനാകും വ അഗ്റഖ്ന ആല ഫിർഔന വ അൻതും തൻദുറൂൻ. അദ്ദേഹത്തെയും ഫറോവയെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അള്ളാഹു താല നശിപ്പിക്കുകയുണ്ടായി. നശിപ്പിച്ച രൂപം വിശദീകരിക്കുകയാണ്. ചെങ്കടൽ കടന്നു പോകുന്ന സമയത്താണ് അള്ളാഹു താല മൂസ അലൈഹിസ്സലാമിനെയും അനുയായികളെയും രക്ഷപ്പെടുത്തുകയും ഫറോവയെയും അദ്ദേഹത്തിൻ്റെ ധിക്കാരികളായ ജനക്കൂട്ടത്തെയും നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് പ്രകടമാകുന്ന അള്ളാഹുവിൻ്റെ കഴിവ് വിശ്വാസികൾക്ക് അവിശ്വാസികൾക്ക് നേർക്കുനേരെ ബോധ്യപ്പെടുന്ന ഒരു സമയമായിരുന്നു അതെന്ന് പറയുന്നുണ്ട്. മൂസ അലൈഹിസ്സലാമിനോട് കടൽ അടിക്കുവാനാണ് അള്ളാഹു താല ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടി അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഒരു മുഅ്ജിസത്തായിരുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. വടി കൊണ്ട് അടിക്കാൻ പറയുന്നു. അപ്പോഴാണ് കടൽ നെറുകെ പിളരുന്ന ആ ഒരു മാർഗത്തിലൂടെ വഴിയിലൂടെ മൂസ അലൈഹിസ്സലാം സഞ്ചരിക്കുകയാണ്. സഞ്ചരിച്ച് മൂസ അലൈഹിസ്സലാമും അനുയായികളും മറുകര പറ്റുന്ന സമയത്താണ് ഫറോവയും അദ്ദേഹത്തിൻ്റെ അനുയായികളും നടുക്കടലിൽ അകപ്പെടുന്നത്. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ തീരുമാനമെന്നോണം രണ്ടു ഭാഗത്തേക്കും മാറി നിന്ന ജലത്തിൻ്റെ തിരമാലകൾ അത് ഒന്നായി കൂടിച്ചേരുന്നത്. ആ സമയത്ത് എല്ലാവരും പറയാറുള്ളത് പോലെ ഫറോവയും ആവശ്യപ്പെട്ടിരുന്നു അത്രേ, ഞാനിതാ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു എന്ന്. അദ്ദേഹം ഒരു പിടിവള്ളിയും കിട്ടാത്ത സമയത്ത് അദ്ദേഹം പറയുന്ന ചില രംഗങ്ങൾ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ അത്തരത്തിലുള്ള ആളുകളുടെ പശ്ചാത്താപത്തെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ലോകർക്കൊക്കെയുമുള്ള ഒരു ഗുണപാഠമായി ഫറോവയുടെ ജഡം അള്ളാഹു താല സൂക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും കൈറോവിലെ മ്യൂസിയത്തിൽ ഫറോവയുടെ മൃതശരീരം ആളുകൾക്ക് ഒരു പാഠമാകുന്ന രൂപത്തിൽ അള്ളാഹു താല അവശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നടന്നിട്ടുള്ളത് മൂസ അലൈഹിസ്സലാമിൻ്റെ വിജയവും ഫറോവയുടെ പരാജയവും ആത്യന്തികമായ പരാജയമുണ്ടായിട്ടുള്ളത് മുഹറം മാസത്തിലായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ സമയത്താണ് അവിടെയുള്ള ജൂതന്മാർ മുഹറത്തിലെ 10ാമത്തെ ദിവസം വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒരു രംഗം, പെരുന്നാൾ പോലെ ആഘോഷിക്കുന്ന ഒരു രംഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദിവസം നിങ്ങൾ ആഘോഷിക്കുന്നത് എന്നാണ്. ആ സമയത്ത് അവർ പറയുന്നത്, ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം. ഇന്നേ ദിവസമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും രക്ഷപ്പെടുത്തിയ ഒരു ദിവസമാണല്ലോ എന്നാണ് പറയുന്നത്. നബി അതിന് പ്രതികരിക്കുന്നത്, എങ്കിൽ ഫഅന അഹഖു ബി മൂസ അലൈഹിസ്സലാമുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളത് എനിക്കാണ്. അതുകൊണ്ട് എൻ്റെ സമൂഹവും ഈ ദിവസത്തിന് നന്ദി പറയുന്നതിന് വേണ്ടിയുള്ള നോമ്പനുഷ്ഠിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്നത്. അവരോട് എതിരിടുന്നതിന് വേണ്ടി ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ദുൽഹജ്ജ് മുഹറം 10 മാത്രമല്ല മുഹറം 9 നോമ്പനുഷ്ഠിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള നോമ്പാണ് ഈ വരുന്ന ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മുഹറം 9, 10 കണക്കാക്കിക്കൊണ്ട് നമ്മളും ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത്. മൂസ അലൈഹിസ്സലാമിൻ്റെ വിജയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സുന്നത്തായി നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരു ഹദീസിൽ, മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നോമ്പിനും അതുപോലെ തന്നെ നമസ്കാരത്തിനും ചില സവിശേഷതകളുണ്ട്. അഫ്ദലു സിയാം ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായ നോമ്പ് എന്ന് പറയുന്നത് മുഹറം മാസത്തിലെ, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാകുന്നു. അതേപോലെ തന്നെ വ അഫ്ദലു സ്വലാത്ത് ബഅദൽ ഫരീള, നിർബന്ധ നമസ്കാരത്തിന് ശേഷം, നമ്മൾ നിത്യേന നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള നമസ്കാരം എന്ന് പറയുന്നത് സുന്നത്ത് നമസ്കാരമാണ്. ആ സുന്നത്ത് നമസ്കാരത്തിൽ തന്നെ സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരത്തിനാണ് ഏറ്റവും പ്രത്യേകതയുള്ളത് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മൂസാ അലൈഹിസ്സലാമിൻ്റെ വിജയത്തിനുള്ള നന്ദി നമ്മൾ പ്രകാശിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ മൂസാ അലൈഹിസ്സലാമിൻ്റെ ജീവിത മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് എന്തൊക്കെയാണോ നമുക്ക് അനുഷ്ഠിക്കാനും ഓർക്കാനും സാധിക്കുന്നത് അതൊക്കെ ഒരു ശീലമാക്കിയെടുക്കുകയാണ് ഏറ്റവും നമുക്ക് ഈ സന്ദർഭത്തിൽ ഉചിതമായി ചെയ്യാനുള്ള കാര്യങ്ങൾ. മൂസാ അലൈഹിസ്സലാമിൻ്റെ സന്ദേശത്തിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ കാണാൻ സാധിക്കും. ഫറോവയുടെ ഭാര്യ തന്നെ ഏറ്റവും വലിയ ഒരു തെളിവായി, മാതൃകയായി വിശുദ്ധ ഖുർആൻ എടുത്തു കാണിക്കുകയാണ്. ഫറോവ ധിക്കാരിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിശ്വാസികൾക്കുള്ള വലിയ ഒരു മാതൃകയായി ഖുർആൻ എടുത്തു ധരിക്കുകയാണ്. വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, വിശ്വാസികളുടെ മാതൃകയായി ഇംറഅതു ഫിർഔൻ, ഫറോവയുടെ ഭാര്യയെ നാം ഇതാ ഉദാഹരിക്കുകയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഇത് കാലത്ത് റബ്ബിബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഈ ലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന എല്ലാ സുഖാഡംബരങ്ങളും ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ഫറോവയുടെ ഭാര്യ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മുമ്പിൽ, തൃപ്തിക്ക് മുമ്പിൽ എല്ലാറ്റിനെയും മാറ്റി നിർത്തി മൂസാ അലൈഹിസ്സലാമിൻ്റെ പ്രബോധനത്തിൽ അവർ വിശ്വസിക്കുകയാണ്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്നൊക്കെ തന്നെ അള്ളാഹുവേ എനിക്ക് നീ സമാധാനം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇതിന് പ്രത്യുപകാരമായി പടച്ചതമ്പുരാനെ, നിന്റെ അടുത്ത് എനിക്ക് സ്വർഗത്തിൽ എനിക്ക് ഒരു വീട് നീ നിർമ്മിച്ചു തരേണമേ, എനിക്കൊരു കേന്ദ്രം നീ തരേണമേ. മാത്രമല്ല വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, എൻ്റെ ഭർത്താവായ ഫറോവയുടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പടച്ചതമ്പുരാനെ എനിക്ക് നീ രക്ഷ നൽകണമേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, ധിക്കാരികളായ എല്ലാ സമൂഹത്തിൽ നിന്നും അള്ളാഹുവെ എനിക്ക് നീ രക്ഷ നൽകണമേ എന്ന് ഫറോവയുടെ ഭാര്യ പ്രാർത്ഥിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ അനുസ്മരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ഒരു മനുഷ്യൻ അവൻ അനുകൂലമായ ഒരു സാഹചര്യത്തിലല്ല വളരുന്നതെങ്കിലും, ഇസ്ലാമികമായി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിലും സ്വയം തീരുമാനം കൊണ്ട്, സ്വന്തത്തിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട്, അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ജീവിതത്തെ സംരക്ഷിച്ചു പോരാൻ, മാറ്റിമറിക്കാൻ ഒരാൾക്ക് സാധിക്കുമെന്നുള്ള വളരെ ഉജ്ജ്വലമായ ഒരു പാഠം തന്നെയാണ്. പല ആളുകളും, നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളും പറയാറുള്ളത്, അങ്ങനെ ഇസ്ലാമികമായ ജീവിത ശൈലി സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ എനിക്കില്ലാതായി പോയി എന്നാണ് പലരും പരിതപിക്കാറുള്ളത്. അതേസമയം മൂസാ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അവർക്ക് എതിർപ്പുണ്ടായിരുന്ന, വളരെ പ്രയാസകരമായിരുന്ന, പ്രതികൂലമായിരുന്ന സാഹചര്യങ്ങളെയൊക്കെ അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു തീരുമാനവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവും അവർ ആഗ്രഹിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള ജീവിതശൈലി അവർ സ്വീകരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ സമൂഹത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തണം. ആളുകളെ ആ വഴിക്കുള്ള സഞ്ചാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അത് മുഖേനയുള്ള ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുകയും വേണം. മുഹറം മാസം അള്ളാഹുവിൻ്റെ മാസമാകുന്നു. മൂസാ അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ മൂസാ അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യങ്ങൾ പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ പുനഃക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തെയും നമ്മളുടെ ധാർമ്മിക ജീവിതത്തെയും നമ്മളുടെ സദാചാര ബോധത്തെയും കൂടുതൽ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാര്യത്തിന് വേണ്ടി നമുക്കൊക്കെ പ്രവർത്തിച്ച് ജീവിച്ച് മരിക്കാൻ അല്ലാഹുവേ നാഥ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകി ഞങ്ങളെ നീ സഹായിക്കണമേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്.
സഹോദരങ്ങളെ, മുഹറത്തിൻ്റെ മാസമായി ഏറ്റവും വലിയ ഈ മാസത്തിൻ്റെ പ്രത്യേകതയായി അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് ഫറോവയുടെ മരണവും അതേപോലെ തന്നെ മൂസ അലൈഹിസ്സലാമിൻ്റെ പ്രബോധനത്തിൻ്റെ വിജയവുമാണ് എന്ന് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുകയാണ്. പക്ഷേ പിൽക്കാലത്ത് വളരെ വേദനാജനകമായ സംഭവങ്ങൾ മുഹറം മാസത്തിലുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു രാഷ്ട്രീയമായ കാരണത്താൽ അദ്ദേഹം ഇറാഖിലെ കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു സംഭവത്തെ തുടർന്ന് മുസ്ലിം ലോകത്ത് വളരെ മോശകരമായ ഒരു സാഹചര്യം നിലവിൽ വരികയും മുഹറം മാസത്തിൻ്റെ സവിശേഷത അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് പല ആളുകളും നീങ്ങുകയും ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഷിയാക്കൾ, ലോകത്തിലെ മുസ്ലിങ്ങളിലെ ഒരു പ്രബലമായ ഒരു വിഭാഗമായ ഷിയാക്കൾ, അവരാണ് ഈ തരത്തിലുള്ള വിശ്വാസം പ്രചരിപ്പിക്കുകയും ഈ കാര്യങ്ങളിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. മുൻകഴിഞ്ഞ പണ്ഡിതന്മാരൊക്കെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ മുഹറം 9-ൻ്റെയും 10-ൻ്റെയും പ്രത്യേകത അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ള വിശ്വാസം ഇസ്ലാമികമായി ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ്. പൂർവിക പണ്ഡിതന്മാരൊക്കെ തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശം നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ രാജ്യത്തും അതേപോലെ തന്നെ അയൽ രാജ്യങ്ങളിലുമുള്ള വിദേശ രാജ്യങ്ങളിലുമുള്ള ചില ആളുകൾ, ഇറാൻ പോലെയുള്ള ചില പ്രദേശങ്ങളിലെ ആളുകൾ ഈ വിശ്വാസത്തെ തകിടം മറിച്ചുകൊണ്ടിരിക്കുകയാണ്. കർബലയിൽ സംഭവിച്ചിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധമാണ് മുഹറത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുകയും അന്നേ ദിവസം ദുഃഖമാചരിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദുഃഖമാചരിക്കുന്നത് ഇസ്ലാമികമായ മര്യാദകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ്. ഒരാൾ ദുഃഖമാചരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പരിധികൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാൾ മുഖത്തടിച്ചുകൊണ്ട്, സ്വന്തം മാറത്തടിച്ചുകൊണ്ട് വിലപിക്കുകയും അങ്ങനെ കൃത്രിമമായ കരച്ചിലുണ്ടാക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ദുഃഖപ്രകടനത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർച്ചയായും നിരോധിച്ചിട്ടുണ്ട്. അതേസമയം ദുൽഹിജ്ജ മുഹറം 10-ാമത്തെ ദിവസം പല പ്രദേശങ്ങളിലും നമ്മളുടെ രാജ്യത്ത് ബോംബെ പോലെയുള്ള നഗരങ്ങളിൽ ഷിയാക്കളുടെ വളരെ മോശമായ പ്രകടനങ്ങൾ, ഈ രൂപത്തിലുള്ള പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ പ്രമാണങ്ങളിലേക്ക് മടങ്ങേണ്ടതാണ്. യഥാർത്ഥമായ വിശ്വാസത്തെ തിരിച്ചറിയുകയും അന്ധവിശ്വാസങ്ങളെ നിരാകരിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ മുഹറം മാസത്തിൽ സംഭവിച്ചിട്ടുള്ള മറ്റേതെങ്കിലും സംഭവങ്ങളെ ഇസ്ലാം മുഹറം മാസത്തിൻ്റെ പ്രത്യേകതയായി ബന്ധപ്പെടുത്തിയതിനോട് നമ്മൾ ഒരിക്കലും ചേർക്കാൻ പാടില്ലാത്തതാണ്. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ മുഹറത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത് അതിൽ നിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആരാധനാകർമ്മങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദുരാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയതുകൊണ്ട് തന്നെ മുഹറത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ ദുശ്ശകുനത്തിൻ്റെ ദിവസമായിട്ടാണ് നമ്മളുടെ നാട്ടിലെയും മഹാഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു പോർന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ തരത്തിലുള്ള ധാരണ ഇസ്ലാമുമായി ബന്ധമില്ലാത്തതാണ്. മുഹറത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ മോശപ്പെട്ട ദിവസങ്ങളാണ് എന്ന് അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. പിൽക്കാലത്ത് ഏതെങ്കിലും ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ വിശ്വാസവുമായി ആചാരവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ മുഹറത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നിൽക്കുന്ന നമ്മൾ എന്നുള്ള നിലക്ക് ഈ മാസങ്ങളൊക്കെ നമുക്ക് പുണ്യകരമാണ്, ഈ ദിവസങ്ങളൊക്കെ നമുക്ക് പുണ്യകരമാണ് എന്നുള്ള ധാരണയോടുകൂടെയാണ് നമ്മൾ ഈ മാസത്തെ, ഈ ദിവസങ്ങളെ സമീപിക്കേണ്ടത് എന്ന് പ്രത്യേകമായി
എല്ലാവരെയും അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, അതേപോലെ തന്നെ യഥാർത്ഥമായ വിശ്വാസത്തെ നമ്മൾ നെഞ്ചേറ്റുകയും അബദ്ധമായ വിശ്വാസങ്ങളെ, അന്ധവിശ്വാസങ്ങളെ നമ്മൾ ദൂരീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രത്തിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും പേരിൽ ഒരുപാട് ആളുകൾ ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിലും മുസ്ലിങ്ങളല്ലാത്ത വിഭാഗങ്ങളിലും ജിന്നിൻ്റെയും ഹോമത്തിൻ്റെയും പ്രേതബാധയുടെയും പേരിൽ ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തെ പരിഷ്കരിക്കുന്ന ഒരു സമയം എന്നുള്ള നിലക്ക് മൂസ അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഈമാനിനെ പുനഃപരിശോധിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ശക്തമായ ഒരു ബോധവൽക്കരണം, ഒരു ദഅവത്ത്, പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ എല്ലാവരും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾ മാത്രമല്ല, എന്തൊക്കെ വൃത്തികേടുകൾ സമൂഹത്തിൽ വരുന്നുണ്ടോ അതിനെതിരിൽ നമ്മൾ ജീവിക്കുന്ന എല്ലാ വൃത്തങ്ങളിലും, നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളിലൊക്കെ തന്നെ നമ്മളുടെ സമൂഹത്തെ താക്കീത് ചെയ്യാനും നമ്മൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചില വൃത്തികേടുകൾ വളരെ വേഗത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സ്വാധീനിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നമ്മളുടെ പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ വരാനിരിക്കുന്ന വളരെ മോശപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ച സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ എന്നുള്ള നിലക്ക്, അള്ളാഹുവിലും റസൂലിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമുക്ക് പെട്ടെന്ന് ഹറാമിനെ സംബന്ധിച്ചും ഹലാലിനെ സംബന്ധിച്ചും നമ്മളുടെ മനസ്സ് തീരുമാനമെടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. യഥാർത്ഥത്തിൽ വ്യഭിചാരത്തിലേക്ക് വാതിൽ തുറക്കുന്ന വളരെ ശക്തമായ ഒരു കാര്യമാണ് ഈ തരത്തിലുള്ള പ്രചാരണങ്ങൾ കൊണ്ട് ഉണ്ടായിത്തീരുന്നത്. എല്ലാ തരത്തിലുള്ള പരസ്യമായ ലൈംഗിക ചുവയുള്ള കാര്യങ്ങളിൽ നിന്നും ഈ സമൂഹം മാറി നിൽക്കണമെന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കേണ്ടതാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജനാധിപത്യ രാജ്യമെന്നുള്ള നിലക്ക് വിശ്വാസികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന നിയമപരമായ എല്ലാ സുരക്ഷയും ഈ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മളുടെ അടുത്ത തലമുറ വഴികേടിലായി പോകാതിരിക്കാൻ ആണുങ്ങളും പെണ്ണുങ്ങളും അവർ എങ്ങനെയാണോ സദാചാരബോധം നയിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കെ, അത് നമ്മളുടെ പ്രമാണങ്ങളിൽ വ്യക്തമായിരിക്കെ, ഇങ്ങനെ സമൂഹം വഴിതെറ്റിപ്പോകാതിരിക്കാൻ എന്തൊക്കെ കാവലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ബോധം തീർച്ചയായും മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളും ഈ തരത്തിലുള്ള വൃത്തികേടുകളെ പ്രോത്സാഹിപ്പിക്കാനോ അതിനനുകൂലമായ രൂപത്തിലുള്ള ഒരക്ഷരം സംസാരിക്കാനോ പാടില്ലാത്തതാണ്. നേരെ മറിച്ച് ഈ രാജ്യത്ത് ഒരു തിന്മ പടർന്നു പിടിക്കുന്ന ഒരു സമയത്ത് എന്താണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ നമുക്ക് കൈകൊണ്ട് തടയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയും, നാവ് കൊണ്ട് ഉപദേശിച്ചിട്ടാണോ നമുക്ക് ഈ തരത്തിലുള്ള തിന്മകളെ ചെറുക്കാൻ സാധിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ രൂപത്തിലും അതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുത്തെങ്കിലും ഈ തരത്തിലുള്ള തിന്മകളോട് നമ്മളുടെ പ്രതികരണം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാനും ആ രൂപത്തിൽ ആളുകളെ ചിന്തിപ്പിക്കാനുമുള്ള പ്രവർത്തന പരിപാടികളിൽ നമ്മൾ കർമ്മനിരതരാകണമെന്നും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളുടെ കുടുംബാംഗങ്ങളെയും ഈ സമൂഹത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ആശുപത്രിയിൽ കിടക്കുന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നേ ദിവസം ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോടെല്ലാവരോടും വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആശുപത്രികളിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിട്ടുള്ള ഒരുപാട് സഹോദരി സഹോദരന്മാർ നമുക്കുണ്ട്. അല്ലാഹു അവർക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ പള്ളിയുടെ തന്നെ കമ്മിറ്റി മെമ്പറായിരുന്ന ഇടിയങ്ങരയിലെ AP അഹമ്മദ് കോയ എന്നയാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെയും അദ്ദേഹത്തെയും അല്ലാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മുടെ പള്ളിയിൽ നിന്നും എടുക്കുന്ന പിരിവ് പള്ളി നിർമ്മാണത്തിന് വേണ്ടിയുള്ളതാണ്. ആ വിഷയകമായി എല്ലാ ആളുകളും കഴിയുന്ന രൂപത്തിൽ സഹകരിക്കണമെന്ന് കൂടെ അഭ്യർത്ഥിക്കുകയാണ്. പഠിച്ച തമ്പുരാനെ, എല്ലാ തരത്തിലുള്ള നന്മകളോട് സഹകരിക്കാനും തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുമുള്ള ഒരു ആത്മീയമായ ഒരു പ്രചോദനം അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും അടുത്ത തലമുറക്കും പഠിച്ച തമ്പുരാനെ നീ പ്രദാനം ചെയ്യണമേ. നിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുകയും അല്ലാഹുവേ നിന്റെ കലിമത്ത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ അല്ലാഹുവേ നീ ഇവിടെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യണമേ. അവസാനം ഈമാനോടുകൂടെ തൗബയോടുകൂടെ വിട പറയാൻ അല്ലാഹുവേ നാഥ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.